ആ പ്രതിയുടെ അണ്ടർവെയർ എല്ലാം മാറ്റി വെച്ചെന്നും പറഞ്ഞു. അപ്പൊ ഞാൻ ജയമോഹനെ വിളിച്ചു. സാധാരണ ഇത് ആരും ചെയ്യാത്ത കാര്യങ്ങളാണ്. പക്ഷെ എന്റെ കൂടെ ഉണ്ടായിരുന്ന അത്ര നല്ലൊരു ഓഫീസർ ഒരു വർഷം കൊണ്ട് ഇത്ര മോശമായോ എന്ന് വിചാരിച്ച് ഞാൻ അയാളെ വിളിച്ചപ്പോ ജയമോഹൻ പറഞ്ഞു, സാർ ഇത് തെറ്റാണ്, എന്റെ കുറ്റമല്ല, ഇത് കോടതിയിൽ എവിടെയോ നടന്നിട്ടുള്ളതാണ്. അങ്ങനെ ജയമോഹൻ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ പ്രകാരം കേരള ഹൈക്കോടതിയിലെ വിജിലൻസ് ഇത് അന്വേഷണത്തിന് വന്നു. അതിനിടയ്ക്ക് പിന്നീട് അതിനിടയ്ക്ക് തന്നെ 94 മുമ്പായിട്ട് തന്നെ അന്ന് സംഭവിച്ച കാര്യങ്ങൾ ഈ ആസ്ട്രേലിയക്കാരനെ വിട്ടിട്ട് വെറുതെ വിട്ടതിന് ശേഷം അയാൾ ആസ്ട്രേലിയയിൽ പോയി ഒരു മർഡർ കേസിൽ പ്രതിയായി. അവർ സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോൾ ഇന്ത്യയിലെ 1 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്ത് ഇതുപോലെ അണ്ടർവെയറൊക്കെ മാറ്റി എന്നുള്ളൊരു വിവരങ്ങളൊക്കെ കൊടുത്തായിരുന്നു. ഈ ആന്റണി രാജു എന്ന് പറയുന്ന ആൾക്ക് ഇന്നോ അന്നോ ഇങ്ങനെ ഏതെങ്കിലും വിധത്തിൽ പ്രഷർ ചെലുത്താൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്റെ പേരിൽ ഒരു പ്രഷറും വന്നില്ല. എന്നെ ഒരുപക്ഷെ എനിക്ക് ഞാനും എത്ര പ്രഷർ വന്നാലും നമ്മൾ അങ്ങനെ വീണു കൊടുക്കാറില്ല. പക്ഷെ ഇത് പ്രഷർ എടുക്കാൻ പറ്റുന്ന ആളായിരുന്നില്ല. 1994 ആന്റണി രാജു MLA പോലും അല്ല. 96 അദ്ദേഹം ആദ്യമായിട്ട് MLA ആവുന്നത്. അപ്പൊ ഈ 94 കേസ് ISR കേസിന് മുന്നേ രജിസ്റ്റർ ചെയ്തതാണ്. ഇത് 215 മറ്റേ 245 46. അപ്പൊ അതിന് മുന്നുണ്ടായ ഒരു കേസ് എന്തുകൊണ്ട് അന്വേഷിക്കപ്പെട്ടില്ല എന്നുള്ളത് ആലോചിച്ചു പോകുമ്പോൾ